ശ്രീമന്നാരായണീയം ദശകം 28 ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും. ശ്ലോകം 9. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അതിമോഹന വിഭ്രമാ തദാനീം മദയതി ഖലു വാരുണീ നിരാഗാത് തമസഃ പദവീമദാസ്ത്വമേനാം അതിസമ്മാനനയാ മഹാസുരേഭ്യ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭഗവാനിൽ അത്യധികം പ്രേമമുള്ള മഹാലക്ഷ്മി മറ്റുള്ള ദേവന്മാരെ എല്ലാം അവർക്കെല്ലാം ചെറിയ ചെറിയ ദോഷങ്ങൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ തിരുമാറിൽ ആ വരണമല്യത്തെ അർപ്പിച്ചു. തൻ്റെ മാറിടത്തിൽ തന്നെ ഭഗവാൻ ഭഗവതിക്ക് സ്ഥാനവും കൊടുത്തു. ഭഗവാന്റെ മാറിടത്തിൽ ഇരുന്നു കൊണ്ട് ആ മഹാലക്ഷ്മി എല്ലായിടത്തേക്കും തൻ്റെ ആ നോട്ടങ്ങളെ, മനോഹരമായ ആ നോട്ടങ്ങളെ അയച്ച് ലോകം മുഴുവനും സമ്പൽ സമൃദ്ധമാക്കി തീർത്തു. തദാനീം, ആ അവസരത്തിൽ, ഇവിടെ ലക്ഷ്മി സ്വയംവരം കഴിഞ്ഞ ആ അവസരത്തിൽ അതിമോഹന വിഭ്രമ, അത്യന്തം മോഹന വിഭ്രമ, മോഹജനകമായ മായാവിലാസത്തോടു കൂടിയ, എന്ന് വെച്ചാൽ അത്യധികം മോഹത്തെ എല്ലാവരിലും, ആഗ്രഹത്തെ എല്ലാവരിലും ജനിപ്പിക്കുന്ന, എല്ലാവരെയും പരിഭ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ആ മായാവിലാസത്തോടു കൂടിയ മദയന്തി, മതമുണ്ടാക്കുന്ന വാരുണി. വാരുണി എന്ന് പറഞ്ഞാൽ ഇവിടെ വാരുണി ദേവിയാണ്, അതായത് മദ്യത്തിന്റെ അധിഷ്ഠാന ദേവത. അപ്പൊ ഇവിടെ മദ്യമാണ് ഇനി ഈ പാൽക്കടലിൽ നിന്ന് വരുന്നത്. നിരകാത്, പുറത്തേക്ക് ഖലു, നിരകാത് ഖലു, പുറത്തേക്ക് വന്നു. എല്ലാവരിലും അത്യധികം ആഗ്രഹത്തെയും അതുപോലെ തന്നെ മതത്തെയും ഉണ്ടാക്കുന്ന ആ വാരുണി ദേവി, അതായത് ആ മദ്യത്തിന്റെ അധിഷ്ഠാന ദേവത, ആ മദ്യം, അത് ഇവിടെ പാൽക്കടലിൽ നിന്നും ഉണ്ടായി. തമസ പദവീം, തമസ, തമസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തമസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്നാണ് അർത്ഥം. ഇവിടെ അജ്ഞാനമാണ്, അറിവില്ലായ്മ. ആ അറിവില്ലായ്മയ്ക്ക് സ്ഥാനമായിട്ടുള്ള പദവി, സ്ഥാനമായിട്ടുള്ള ഏനാം, അവളെ, അതായത് ആ വാരുണിയെ, അതിസമ്മാനനയ, അത്യന്തം സമ്മാനനയ, ബഹുമാനത്തോടെ, മഹാസുരേഭ്യ, ആ മഹാസുരന്മാർക്ക് ഭഗവാൻ അതാ കൊടുത്തു, അല്ലെങ്കിൽ അവിടുന്ന് സമ്മാനിച്ചു. അത്യന്തം ബഹുമാനത്തോടുകൂടി ഈ മദ്യം, അതിൻ്റെ ആ അധിഷ്ഠാന ദേവതയായ വാരുണി ദേവി, അത് പാൽക്കടലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അത് ദേവന്മാർക്കല്ല കൊടുക്കേണ്ടത്, അത് അസുരന്മാർക്കാണ് വേണ്ടത്. ഭഗവാൻ അത് നല്ലവണ്ണം മനസ്സിലാക്കി, പാത്രം അറിഞ്ഞിട്ടാണ് ഭഗവാൻ ഈ ദാനം ചെയ്തത് എന്നാണ് പറയുന്നത്. വാരുണി എന്ന് പറഞ്ഞാലും മദ്യമാണ്, ആ അതിൻ്റെ അധിഷ്ഠാന ദേവത വാരുണി ദേവി. അപ്പൊ ഈ മദ്യം നേരെ ആ അസുരന്മാർക്ക് അത്യധികം ബഹുമാനത്തോടുകൂടി ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.